കുറേ ഷോറൂമുകൾ തുടങ്ങുന്നുണ്ടെന്ന് പലരും പറയാറുണ്ട്. പക്ഷേ കുറേ ഷോറൂമുകൾ തുടങ്ങുകയെന്ന് വെച്ചാൽ കുറേ ഡിസ്പ്ലേ വേണം. കാരണം ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഈ പ്രൊഡക്റ്റുകളൊക്കെ കണ്ട് ടച്ച് ചെയ്ത് ഇരുന്ന് നോക്കിയൊക്കെ ഫീൽ ചെയ്ത് വാങ്ങിക്കാനുള്ള ഫർണിച്ചറുകളൊക്കെ. ഇപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ അടുത്തടുത്തുള്ള സ്ഥാപനങ്ങളായാലും 1-2 സ്ഥാപനങ്ങളിൽ പോയിട്ട് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയും. ഇത്രയും വെറൈറ്റി ഇനിയും സ്പേസ് ഉണ്ടെങ്കിൽ ഇനിയും ഇടാനുള്ള മോഡലുകൾ കേരളത്തിൽ അവൈലബിൾ ആണ്. പുറത്തുനിന്ന് നമ്മൾ കൊണ്ടുവരുന്ന ഇടാനുള്ള സ്പേസ് വേണം. ഇനി ഇതല്ലാതെ കസ്റ്റമൈസ് ചെയ്യാനാണെങ്കിൽ അതിനും ഐഫയിൽ 14 കമ്പനികൾ അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ ഏത് മോഡൽ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കസ്റ്റമൈസ് ചെയ്താലും നമുക്ക് വലിയ പ്രൈസ് ഒന്നും കൂടാതെ നമുക്ക് ഇത്തരത്തിൽ പ്രൊഡക്റ്റുകൾ കൊടുക്കാൻ പറ്റും. പല കമ്പനികൾക്കും കസ്റ്റമൈസേഷൻ ചെയ്യാനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ടും കസ്റ്റമൈസേഷൻ ചെയ്യാനുള്ള അറിവുള്ള ആളുകൾ കൂടിയില്ലാത്തതുകൊണ്ട് അവർക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാൻ സാധിക്കാറില്ല. അപ്പോൾ ഐഫയുടെ ഒരു യൂണിക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് കസ്റ്റമൈസേഷനാണ്. ഏത് മോഡലും കസ്റ്റമൈസേഷൻ ചെയ്യാൻ കഴിയും. ടേബിൾ മാർബിൾ ടോപ്പ് ഏറ്റവും കൂടുതൽ പോകുന്നതാണ്. പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് ഇത്ര വലുതല്ല വേണ്ടത്, കുറച്ചുകൂടി നീളം വേണം, അല്ലെങ്കിൽ ഈ കളറല്ല വേണ്ടത്, കളർ മാറ്റണം. ഇവിടെ നമ്മൾ ഇട്ടത് ഈ ബെഞ്ചാണ് ഇട്ടത്, ഈ ബെഞ്ച് മാറ്റിയിട്ട് ചെയർ തന്നെ ഇപ്പുറത്ത് വേണം, അഡീഷൻ 2 ചെയറോടെ അഡീഷൻ. നമ്മുടെ ആവശ്യത്തിനാണ് ഫർണിച്ചർ വാങ്ങേണ്ടത്. അതിൽ ഫർണിച്ചർ കടയിൽ പോയിട്ട് അവിടെ കണ്ടൊരു മോഡൽ എടുക്കണമെന്നൊന്നും നിർബന്ധമില്ലാതുണ്ട്. ഇത് ഈ പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ബെല്ല മലേഷ്യയുടെ പ്രൊഡക്റ്റാണ്, ഫ്രഷ് വുഡ് പ്രൊഡക്റ്റാണ്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. കണ്ടില്ലേ, ആകെ ഒരു 1.5 കിലോനെ തൂക്കുള്ളൂ. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള വുഡാണ്, ട്രീറ്റഡ് വുഡാണ് നമ്മൾ അതിൽ കൊടുത്തിട്ടുള്ളത്.